സംസ്ഥാനതല ഫിലാറ്റലിക് പ്രദർശനമായിട്ടുള്ള കെരാപെക്സിൽ ദിവസേന എത്തുന്നത് നിരവധി ആളുകളാണ്. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. കെരാപെക്സിന് പറയാനുള്ളത് ഒരു ചരിത്രത്തിന്റെ കഥയാണ്. ഓരോ കാലഘട്ടത്തെയും രേഖപ്പെടുത്തിയ സ്റ്റാമ്പുകളിലൂടെയും പോസ്റ്റ് കവറുകളിലൂടെയും ആ ചരിത്രം അങ്ങനെ നീണ്ടുപോകുന്നു. I'm Swati Ratna. I am the Assistant Postmaster General Philately of Kerala Postal Circle. And is this exhibition for? What it means? So Kerapex 2026 is the 15th Kerala Postal Philately exhibition, and it's organized under the theme Cultural Confluence of Kerala. And in this exhibition, there are 455 exhibits containing stamps in various themes. So from the earliest issued stamp called Penny Black, and the Sindh Dock, which was issued in India, and the 1948 series of Mahatma Gandhi stamps. These are some very rare stamps that have been issued, and our philatelists across the state, using their own personal collections, they have put up such lovely exhibits. ഗാന്ധിസവും ലെനിനിസവും അടങ്ങിയ ചുവരുകളിലൂടെ, വിയോഗത്തിന്റെ വേദന നിറഞ്ഞ മോർണിംഗ് കവറിലൂടെ, ലോകത്തിന്റെ പെന്നി ബ്ലാക്കിലൂടെ ആസ്വാദകർക്ക് ആ ചരിത്രത്തെ വായിച്ചറിയാനാകും. Stamps in various themes. So from the earliest issued stamp called Penny Black, and the Sindh Dock, which was issued in India, and the 1948 series of Mahatma Gandhi stamps. These are some very rare stamps that have been issued, and our philatelists across the state, using their own personal collections, they have put up such lovely exhibits. You can at one place you learn about the entire world, and our hope and our wish through this exhibition is that a lot of people come in and they understand about the world of philately and how much it can teach us, and also the importance of India Post in general for the society as well. 1840 മെയ് 1 ബ്രിട്ടനിൽ പുറത്തിറങ്ങിയ പെന്നി ബ്ലാക്കാണ് ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ്. വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രം പതിച്ച സ്റ്റാമ്പ് ഇന്ന് കാണുന്ന വലിയ സ്റ്റാമ്പ് ശേഖരങ്ങളുടെയെല്ലാം ആദ്യ രൂപമാണ്. വയസ്സുള്ളപ്പോഴാണ് കണ്ണൂർ സ്വദേശി CK സജീവൻ സ്റ്റാമ്പുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഇന്ന് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയും കമ്മ്യൂണിറ്റികളിലൂടെയുമായി സ്റ്റാമ്പ് ശേഖരണം. സജീവന്റെ സ്റ്റാമ്പുകളിൽ കമ്മ്യൂണിസത്തിന്റെ പ്രായോഗിക നായകൻ ലെനിന്റെ ജീവിതം കാണാനാകും. ഇവിടെ ഞാൻ എക്സിബിറ്റ് ചെയ്തത് ലെനിൻ മരിച്ചിട്ട് 6ാമത്തെ ദിവസം സോവിയറ്റ് യൂണിയൻ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. 4 സ്റ്റാമ്പാണ് ഇറക്കിയിട്ടുള്ളത്. അതുമുതൽ ലെനിൻ്റെ മരണം വരെയുള്ള വിവിധ കാലഘട്ടങ്ങൾ അനാവരണം ചെയ്ത വിവിധ രാജ്യങ്ങളുടെ ലെനിൻ്റെ ചിത്രമുള്ള 63 രാജ്യങ്ങളാണ് ലോകത്ത് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുള്ളത്. അതിൽ 39 രാജ്യത്തെ സ്റ്റാമ്പുകൾ ഞാനിവിടെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ലെനിന് 9 വയസ്സ് ഉണ്ടാകുന്ന സമയത്ത് 1879 ഒരു ചിത്രം, കുടുംബ ഫാമിലി ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. അത് സ്റ്റാമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമുതൽ, അതായത് 9 വയസ്സ് മുതൽ കുട്ടിക്കാലം തുടങ്ങിയ മരണം വരെയുള്ള വിവിധ കാലഘട്ടങ്ങളാണ് ഞാനിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ എയർമെയിൽ, ട്രാവൻകൂർ കൊച്ചി, ബ്രിട്ടീഷ് ഇന്ത്യ സ്റ്റാമ്പുകൾ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്റ്റാമ്പുകൾ, എറർ സ്റ്റാമ്പുകൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിന്റെ ആകർഷണമാണ്. ഒരിക്കൽ രാജാക്കന്മാരുടെ ഹോബിയായിരുന്ന സ്റ്റാമ്പ് ശേഖരണം കെരാപെക്സിലൂടെ എല്ലാവർക്കും ജനപ്രിയമാവുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 455 ഫ്രെയിമുകളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം വെള്ളിയാഴ്ച സമാപിക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.